ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ കാണുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. കഴിഞ്ഞ വീഡിയോയിൽ ആരാധനയെക്കുറിച്ച്, എന്താണ് ആരാധന എന്ന് അല്പമായി ചിന്തിക്കുവാനിടയായി. അതോട് തുടർന്ന് ഇന്ന് ആരാധനയെക്കുറിച്ച് തന്നെയാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ ധാരാളം മതങ്ങളും ആരാധനക്രമങ്ങളൊക്കെ ഉണ്ട്. അതിൽ അതിപ്രധാനമായിട്ട് 5 വിധമായ ആരാധനയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഈവിൾ വർഷിപ്പ്, ദുഷ്ട ആരാധന. 2, ഐഡൽ വർഷിപ്പ്, വിഗ്രഹ ആരാധന. 3, ഫാൾസ് വർഷിപ്പ്, വ്യാജ ആരാധന. 4, വെയിൻ വർഷിപ്പ്, വ്യർത്ഥ ആരാധന. 5, ട്രൂ വർഷിപ്പ്, സത്യ ആരാധന. ആരാധനകൾ ഇങ്ങനെ പല നിലയിലായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഈ ദുഷ്ട ആരാധന എന്നുള്ളത് അത് പിശാചിനെ ഉയർത്തുവാൻ അല്ലെങ്കിൽ പിശാചിന് മഹത്വപ്പെടുത്തുവാൻ ചെയ്യുന്ന ആരാധനയും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഈ നരബലിയൊക്കെ അതിലൊക്കെ വരുന്നതാണ്. പിശാചിനെ ഒന്ന് അവരെ ഉയർത്തുവാൻ അല്ലെങ്കിൽ പിശാചിനെ പ്രസാദിപ്പിക്കുവാൻ ചെയ്യുന്നതാണ് അത് ഈവിൾ വർഷിപ്പ്. അത് ദുഷ്ട ആരാധന. കുഞ്ഞുങ്ങളെ കൊന്ന് കൊടുക്കുകയും അങ്ങനെയൊക്കെ പലവിധമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. 2, ഐഡൽ വർഷിപ്പ്, വിഗ്രഹ ആരാധന. വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഈ വിഗ്രഹ ആരാധനയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. വിഗ്രഹ ആരാധന എന്നത് ഒരു രൂപം ഉണ്ടാക്കി അല്ലെങ്കിൽ കല്ലിൽ കൊത്തി അതിനെ അവർ ദൈവമായിട്ട് ഭാവിച്ച് നമസ്കരിക്കുന്നതാണ്. എന്നാൽ ബൈബിൾ അത് പറയുന്നില്ല. ബൈബിൾ അങ്ങനെ വിഗ്രഹാരാധന പാടില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമുക്ക് പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്ന സമയം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 4-5 വാക്യങ്ങൾ വായിക്കുന്ന സമയം, എന്നെയല്ലാതെ നിനക്ക് വേറെ ദൈവം ഉണ്ടായിരിക്കേണ്ട, മേലാകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിയുടെ കീഴ് വെള്ളത്തിലോ ഉള്ള യാതൊരു വിഗ്രഹങ്ങളെയോ അതിനെ നീ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യുക അരുത് എന്നാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലെ അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്നോട് ഹോരേബിൽ സംസാരിച്ചപ്പോൾ നീ യാതൊരു രൂപവും കണ്ടില്ല. അതുകൊണ്ട് ഒരു ആണിൻ്റെ രൂപമോ ഒരു പെൺ രൂപമോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗങ്ങളോ ഇഴജാതിയോ പറവകളോ ആകാശത്തിലെ നക്ഷത്രങ്ങളോ സൂര്യചന്ദ്രനെയോ നമസ്കരിക്കാൻ പാടില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളായതുകൊണ്ട് അതിനെയല്ല ബഹുമാനിക്കുന്നത്, സൃഷ്ടിതാവിനെ ബഹുമാനിക്കണം. അതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ബൈബിളിൽ വിഗ്രഹാരാധന പാടില്ല. ചിലർ പല രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് ആരാധിക്കും. നമുക്ക് മറ്റ് വിശ്വാസത്തിലുള്ളവർ അവരെ ഒന്നും നമ്മൾ പറയുന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ പേരിൽ ബൈബിൾ വായിക്കുകയും ബൈബിൾ കയ്യിൽ വച്ചിരിക്കുകയും ക്രിസ്തുവിൻ്റെ പേരിൽ ആരാധന സ്ഥലങ്ങൾ ഉണ്ടാക്കി അതിൽ വിഗ്രഹങ്ങളെ വയ്ക്കുന്നത്, രൂപങ്ങളെ വയ്ക്കുന്നത് ബൈബിളിന്
യോജിച്ച കാര്യമല്ല, അത് ബൈബിളിലുള്ളതല്ല. ചിലർ അതിനെ ന്യായപ്പെടുത്തുവാൻ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എന്നാൽ ആരെയും നോവിപ്പിക്കാനല്ല, ആരെയും കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനുമല്ല, ഞങ്ങൾക്ക് പറയാനുള്ള ആ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ്, നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കുന്നത് കൊണ്ടാണ് ഇത് ഞങ്ങൾ പറയുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് വേദപുസ്തകത്തിലെ വചനങ്ങൾ ശരിക്ക് വായിക്കുകയും തുടർന്ന് ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കും. ആമേൻ. അപ്പോൾ വിഗ്രഹങ്ങളെ യാതൊരു രൂപങ്ങളോ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്ന സമയം 20-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ 20:25 പുറപ്പാട് 20:25 നിങ്ങൾ കല്ലുകൊണ്ട്, അല്ല 24 മണ്ണ് കൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി അതിൻ്റെ മേൽ നിങ്ങൾ യാഗമർപ്പിക്കുക. മണ്ണുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കുക. യാഗപീഠത്തിന്മേൽ യാഗമർപ്പിച്ച് ദൈവത്തെ പ്രസാദിക്കുന്ന ഏത് സ്ഥലത്തിൽ വന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. വിഗ്രഹാരാധന ബൈബിളിക്കലല്ല, അത് അതിൻ്റെ പുറത്തുള്ളതാ. അതുകൊണ്ട് വിഗ്രഹാരാധന പാടില്ല. അതുപോലെ വ്യാജ ആരാധന, ദൈവം അല്ലാത്തതിനെ ദൈവമെന്ന് ഉണ്ടാക്കി വെച്ച് അതിനെ നമസ്കരിക്കുക എന്നുള്ളതാണ്. അതൊരു വ്യാജ ആരാധന, ദൈവം അല്ലാത്തതിനെ ആരാധിക്കുക. യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് അവരെ ദൈവമാക്കി ആരാധിക്കും. അവരൊരു സ്ഥലത്തിലും പറഞ്ഞില്ല ഞാൻ ദൈവമാണെന്ന്. അവരെ ആരാധിക്കുക എന്നുള്ളത് ഒരു തെറ്റായ വിഷയമാണ്. ബൈബിളിൽ നമുക്കതിന് എവിഡൻസ് ഇല്ല. അതേപോലെ തന്നെ ദൂതന്മാരെ ആരാധിക്കുന്നത്, വെളിപ്പാട് പുസ്തകം 22:8-9, വെളിപ്പാട് പുസ്തകം 19:10. ഇവിടെ വായിക്കുമ്പോൾ തനിക്ക് ആ വെളിപ്പാട്, ആ ദർശനം കാണിച്ച ദൂതനെ നമസ്കരിക്കുവാൻ അവൻ്റെ കാൽക്കൽ യോഹന്നാൻ വീഴുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറയുന്നത്, എന്നെ നീ നമസ്കരിക്കരുത്, ഞാനും നിന്നെപ്പോലെ സാധാരണ ഒരു വേലക്കാരനാണ്. നീ ദൈവത്തെ നമസ്കരിക്കണം, ദൈവത്തെ ആരാധിക്കണം. അത് ഗൗരവമായി പഠിക്കുക. ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവും ആരാധനയ്ക്ക് യോഗ്യമായതല്ല. ജഡത്തിൽ ജനിച്ച, ജഡരക്തത്തോട് ജനിച്ച ഒരു മനുഷ്യരും ആരാധനയ്ക്ക് യോഗ്യരല്ല. ആരാധനയ്ക്ക് യോഗ്യൻ ഏകൻ മാത്രമാണ്, സൃഷ്ടിതാവായ കർത്താവ്, സൃഷ്ടിതാവായ ദൈവം. സൃഷ്ടികളൊന്നും അത് ആരാധനയ്ക്ക് യോഗ്യമായതല്ല. യശയ്യാപ്രവചനം 48:11 നമ്മളിങ്ങനെ വായിക്കുന്നു. അതിൻ്റെ ആ വാക്യത്തിൻ്റെ അവസാനം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊന്നിനും കൊടുക്കുകയില്ല. ഞാൻ എൻ്റെ മഹത്വം മറ്റൊന്നിനും കൊടുക്കുകയില്ല. യശയ്യാപ്രവചനം 42:8 ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വത്തെ മറ്റൊന്നിനും എൻ്റെ സ്തുതിയെ വിഗ്രഹങ്ങൾക്കും കൊടുക്കുകയില്ല. എൻ്റെ മഹത്വത്തെ മറ്റൊന്നിനും സ്തുതിയെ വിഗ്രഹങ്ങൾക്കും കൊടുക്കുകയില്ല. ദൈവം പറയുന്നു അത് ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല. അപ്പോൾ നമ്മളത് കവിഞ്ഞ് ചെയ്യുന്നെങ്കിൽ അത് സ്തോത്രം, അത് ശരിയായ വിഷയം അല്ല. അപ്പോൾ തെറ്റായ ആരാധന. അതുപോലെ 4-മത് വ്യർത്ഥമായ ആരാധന. വ്യർത്ഥമായ ആരാധന നമുക്കത് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. യശയ്യാപ്രവചനം 29:13-14 വാക്യങ്ങൾ, മത്തായി സുവിശേഷം 15:7-8-9 വാക്യങ്ങൾ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്
യേശു പറയുന്നു, ഈ ജനം എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുകയും ഹൃദയം കൊണ്ട് അകന്നു നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ പോകുന്നത് പള്ളിയിലാണ്, യേശുവേ എന്ന് പറഞ്ഞൊക്കെ ആരാധിക്കും, പാടും, പ്രാർത്ഥിക്കും, ആരാധിക്കും, ഒക്കെ ചെയ്യും, കയ്യിൽ ബൈബിളൊക്കെ ഉണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുക്കാതെ അധരം കൊണ്ട് മാത്രം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്, യേശു പറഞ്ഞു, അത് വ്യർത്ഥ ആരാധനയാണ്. അത് പ്രവാചകൻ യശയ്യാപ്രവാചകൻ എഴുതിയ 29-ാം അധ്യായത്തിൽ അതിൻ്റെ 13-14 വാക്യത്തിൽ അത് വ്യർത്ഥമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഹൃദയം കൊണ്ട് അടുക്കാതെ അധരം കൊണ്ട് മാത്രം ദൈവത്തെ സ്തുതിക്കുന്ന ഒരവസ്ഥയാണ്. ഹൃദയം ദൈവത്തോട് അടുത്തിട്ടില്ല. ഇവിടെ അധരം കൊണ്ട് ആമേൻ യെസ് എന്ന് പറയുകയും ഹൃദയം കൊണ്ട് നോ എന്ന് പറയും. ഇത് ലിപ് സർവീസ് എന്ന് പറയും. അധരം കൊണ്ട് മാത്രം ആരാധിക്കുന്നവർ, ഹൃദയം അകന്നു നിൽക്കുന്നവർ, ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ധാരാളം കാണുവാൻ കഴിയും. ആരാധനയുടെ കൂട്ടത്തിൽ അശ്രദ്ധയായിരുന്ന, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കേണ്ട സ്ഥലത്തിൽ അശ്രദ്ധയായിരിക്കുന്നത് ദൈവത്തെ അപമാനിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ടീച്ചർ പാഠം എടുക്കുമ്പോൾ, ഒരു ലെസൺ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരു കുട്ടി അശ്രദ്ധയായിരിക്കുമ്പോൾ ആ ടീച്ചർ ആ കുഞ്ഞിനെ തട്ടി അവൻ എഴുന്നേൽക്കാൻ പറഞ്ഞ്, നീ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അശ്രദ്ധയായിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അത് ക്ലാസ് എടുക്കുമ്പോൾ അശ്രദ്ധയായിരിക്കുന്നത് ഒന്ന് ടീച്ചറെ അപമാനിക്കുന്ന അവസ്ഥയും മറ്റൊന്ന് ആ ലെസൺ ശ്രദ്ധിക്കാതെ പോകുന്ന അവസ്ഥയും. അതുപോലെ തന്നെയാണ് സഭയ്ക്കകത്തുനിന്ന് ഒത്തിരി പേര് സഭയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഇരുന്ന് ഉറങ്ങുക, അശ്രദ്ധയായിരിക്കുക, ആരാധനയിൽ ഇൻവോൾവ് ആകാതിരിക്കുക. അതൊരു വലിയൊരു വിഷയമാണ്. എല്ലാവരും കൈയടിച്ച് ശബ്ദമുയർത്തി ആത്മാവിൽ പാടി ആരാധിക്കുമ്പോൾ ഇവർ കൈയൊന്നും ഒരു അനക്കവും ഇല്ലാതെ മിണ്ടാതിരിക്കുന്നവർ, അതല്ല സത്യ ആരാധന. ദൈവത്തെ ആരാധിക്കുന്നവർ സത്യ ആരാധനക്കാരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവർ ഹൃദയപൂർവ്വം ദൈവത്തെ ആരാധിക്കണം. അപ്പം 4-ാമത്തെ വിഷയം ഇതാണ്, വ്യർത്ഥമായ ആരാധന. 5-ാമത് സത്യ ആരാധന. ദൈവം ആഗ്രഹിക്കുന്നത് അതാ, തന്നെ ആരാധിക്കുന്നവർ സത്യനമസ്കാരികളായിരിക്കണം. ബൈബിളിൽ പഠിപ്പിക്കുന്ന സത്യനമസ്കാരികൾ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യം നമ്മൾ വായിക്കുന്ന സമയം, ആമേൻ, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് യേശു പറഞ്ഞു. തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിലെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യം യേശു പറഞ്ഞ വാക്യമാണ്. ദൈവം ആത്മാവാകയാൽ ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കണം. അതാണ് സത്യ ആരാധന. അല്ല വിഗ്രഹങ്ങൾ വയ്ക്കുകയോ അല്ല അശ്രദ്ധയോട് വ്യർത്ഥമായി ദൈവത്തെ ആരാധിക്കുകയല്ല. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്ന നാം ദൈവത്തെ ഭയത്തോടും ഭക്തിയോടും സേവിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഭയഭക്തിയോട് കൂടെ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് ഈ വീഡിയോയിൽ കൂടി നമ്മൾ കേട്ട ഒരു ദുഷ്ടാരാധന, ഇത് ദൈവത്തെ അറിയാത്ത ഹൃദയം ഇരുണ്ടുപോയവർ ചെയ്യുന്ന ഒരവസ്ഥ. വിഗ്രഹാരാധനയിൽ കൊലോസ്യർക്ക് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അവിടെ വിഗ്രഹാരാധന എന്ന് പറഞ്ഞിരിക്കുന്നത് അത്യാഗ്രഹത്തെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക,
ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കണം. ഈ വചനം ഈ കേൾക്കുന്ന നിങ്ങൾ വാസ്തവത്തിൽ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നവരാണോ? ചിലപ്പോൾ ആത്മീക കൂട്ടായ്മയിൽ പോകുന്നവരായിരിക്കും. എന്നാൽ അവിടെ പോയി ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും ഇന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ദൈവസന്നിധിയിൽ ഉറങ്ങരുത്. ദൈവസന്നിധിയിൽ ഉറങ്ങരുത്. ദൈവത്തെ ആരാധിക്കാൻ പോയി നിങ്ങൾ ഉറങ്ങിയിട്ട് വരാനല്ല, ദൈവത്തെ ആത്മാവിൽ ഒരുക്കത്തോട്. നമ്മൾ മത്തായി സുവിശേഷം 26:41 നമ്മൾ കാണുന്നു. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡം ബലഹീനമാനത്. തമിഴിൽ അത് ആവി ഉത്സാഹമാനത്, മാംസമോ ബലഹീനമായത്. ആത്മാവിൽ എരിവുള്ളവരായിരിപ്പിൻ എന്ന് റോമാലേഖനം 12:11 നമ്മൾ വായിക്കുന്നു. ആത്മാവിൽ എരിവുള്ളവരായി ഭയത്തോട് ഭക്തിയോട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഏതെങ്കിലും വിഗ്രഹങ്ങളോ സ്വരൂപങ്ങളോ നോക്കിയല്ല, വേദപുസ്തകത്തിലെ പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. ആരാധന വിടുതലാണ്, ആരാധന അനുഗ്രഹമാണ്. ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും ഉപവാസ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും. കാത്തിരിപ്പ് യോഗങ്ങളെന്നും ഉപവാസ പ്രാർത്ഥനയെന്നും പല നിലയിലും നമുക്ക് കാണാൻ കഴിയും. സ്പെഷ്യലായിട്ട് ഒരാഴ്ചത്തെ ആരാധന എന്ന് നമ്മൾ കേൾക്കാറില്ല, ഇല്ലയോ? അങ്ങനെയില്ല. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാനാണ്. ദൈവത്തെ ആരാധിക്കാൻ സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാർ വീണുപോയപ്പോൾ ആ സ്ഥാനത്തിൽ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന് ബഹുമാനം കൊടുപ്പാൻ. ആ മനുഷ്യനെയും പിശാച് തെറ്റിക്കുകയാണ് പല നിലയിൽ. അതുകൊണ്ട് ആരാധന നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ആരാധന എന്നുള്ള ഈ വിഷയം നമുക്ക് തുടർന്ന് പഠിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധയോട് തിരുവചനപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുക. ആരോ പറഞ്ഞെന്നല്ല, നമുക്കൊരു നല്ല ബോധമുണ്ടാകണം. ഞാൻ ആരാധിക്കുന്ന ദൈവം അവൻ ആത്മാവാകയാൽ ആ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ഞാൻ ആരാധിക്കണം. അല്ലാതെ ദൈവവചനത്തിൻ്റെ നിയമം അനുസരിച്ചല്ലാത്ത ഒരു ആരാധനയും ദൈവം അംഗീകരിക്കത്തില്ല എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഞാൻ വിട വാങ്ങുന്നു. തുടർന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.